അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഉഹദ് മലയുടെ മുകൾ ഭാഗത്തുള്ള അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച ഒരു പള്ളിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം നിസ്കരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലുണ്ടായിരുന്ന ഈ ഒരു പള്ളി അടുത്ത കാലത്തായിട്ട് മനോഹരമായി പുതുക്കിപ്പണിത് വിശ്വാസികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഫസഹ് അല്ലെങ്കിൽ മസ്ജിദ് ഉഹദ് എന്നൊക്കെ അറിയപ്പെടുന്ന പള്ളി. ആദ്യം വിജയിച്ചിരുന്ന ഉഹദ് യുദ്ധം പിന്നെ പരാജയത്തിലേക്ക് പോയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതരായ സഹാബത്തൊക്കെ കയറിയെന്ന ഗുഹയാണ് നിങ്ങളിപ്പോൾ അവിടെ ആ ഒരു മലയിടുക്കിലായിട്ട് കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു പള്ളി വരുന്നത്. മഹാനായ റാഫി ഇബ്നു ഖുദൈജ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബത്ത് പറഞ്ഞതായിട്ട് കാണാം. നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ഫീ മസ്ജിദ് സഗീർ അല്ലദി ബി ഉഹദ്. ഉഹദിലുള്ള ആ ഒരു ചെറിയ പള്ളിയിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ടെന്നും അതേപോലെ തന്നെ ഖായിദ മിനൽ ജിറാഹ് അല്ലദി അസ്വാബത്തു, അതായത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറ്റിയ പരിക്കുകളുടെ ആ ഒരു കാഠിന്യവും പ്രയാസവും കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ളുഹറും അസ്റൊക്കെ ഇരുന്നു കൊണ്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. കാരണം എണീക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്ന ഒരുപാട് പരിക്കുകളും പ്രയാസങ്ങളും. അതുപോലെ സഹാബത്തൊക്കെ റസൂൽ ഇരുന്ന് നിസ്കരിക്കുന്നതുകൊണ്ട് പിന്നിലുള്ള ജമാഅത്തായിട്ട് നിസ്കരിച്ച സഹാബത്തും ഇരുന്നുകൊണ്ടായിരുന്നു നിസ്കരിച്ചിരുന്നത് എന്നൊക്കെ കാണാം. അന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ ഒരു ളുഹറും അസ്റും നിസ്കരിച്ചിരുന്ന പള്ളിയാണ് ഈ കാണുന്ന മസ്ജിദുൽ ഫസഹ് അല്ലെങ്കിൽ മസ്ജിദ് ഉഹദ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പള്ളി. വലിയ രീതിയിൽ പുതുക്കി പണിയോ മറ്റോ ചെയ്തിട്ടില്ല. ഉള്ളത് തന്നെ മെഹ്റാബും അതിൻ്റെ ചുറ്റുള്ള ചെറിയ മതിലും അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പുതുക്കി പണിയിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഷഅബ് ജിറാർ എന്നൊക്കെ പറയുന്ന അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൻ്റെ അവസാനത്തിലുണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത്.